നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒരുക്കുമ്പോൾ എന്താ സാധാരണ ഓർക്കുന്നത്? ഞാൻ ഓർക്കുക എനിക്ക് കിട്ടാത്തത് അല്ല, ഞാൻ ആഗ്രഹിച്ചത് കൊടുക്കുക എന്നാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണ്. എൻ്റെ കൂട്ടുകാരുടെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓറഞ്ചും മഞ്ഞയും മജന്തയും ഇളം പച്ചയും കടും പച്ചയും ചുവപ്പും വെള്ളവും നിറവുമുള്ള കറികളാൽ നിറഞ്ഞിരുന്ന് ചിരിക്കുന്ന വെള്ളച്ചോറിനെ. കാരണം ഒരുപാട് അംഗങ്ങളുള്ള ഒരു ചെറിയ വീട്ടിലെ കുട്ടിയായിട്ടാണ് എൻ്റെ ബാല്യകാലം. അപ്പോഴെ തന്നെ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിരിക്കും എൻ്റെ ലഞ്ച് ബോക്സ് വിഭവങ്ങൾ. ഞാനൊരു 90s കിഡ്സ് ആണെങ്കിലും എൻ്റെ സിബ്ലിങ്സ് എന്നെക്കാൾ ഏകദേശം ഒരു 8 വയസ്സോളം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പാരൻസ് ഒരു 18സിൻ്റെ പാരൻ്റാണ്. അവർക്കെൻ്റെ ഈ 90സിൻ്റെ വികാരം എങ്ങനെ മനസ്സിലാകാനാ? അതൊരു കാലം. പക്ഷേ ഞാനൊരു അൺഹാപ്പി ചൈൽഡല്ലായിരുന്നു കേട്ടോ. സത്യമായിട്ടും വാക്കുകൾ പോലെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് നേരെ തന്നെ. പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഒരു രീതിയിലും സങ്കടപ്പെട്ടിരുന്നില്ല. കാരണം എന്തായിരിക്കും? അതെ, 90കളിലെ കുട്ടികൾ ഒരിക്കലും ഫുള്ളി കംപ്ലീറ്റഡ് ആയിരുന്നില്ല. അത് തന്നെ കാരണം. വല്ല എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിങ്ങനെ താഴെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ രേഖപ്പെടുത്തിയേക്ക് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കഥയിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോയി. ലഞ്ച് ബോക്സ്. അതെ, ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് ഒരു മോർണിംഗ് വർക്കൗട്ടാണ്. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക എന്നതൊരു കലയും കഷ്ടപ്പാടുമാണ്. ആദ്യം വീട്ടിലെ മിസ്സിങ് ലിഡ്സ് എല്ലാം കണ്ടെത്തണം. അത്തരത്തിലുള്ള പേഷ്യൻസ് വേണം. രണ്ടാമത്, ഇത് ചോരും ഒഴുകുമോ എന്ന് 5 പ്രാവശ്യം കുലുക്കി നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ബാഗാണോ ബിരിയാണി ആണോ എന്ന് ലഞ്ച് ടൈം വരെ സസ്പെൻസ്. മൂന്നാമതായി, എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ലഞ്ച് മതി കേട്ടോ എന്ന റിക്വസ്റ്റ് അപ്പം തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാസ്റ്റർ ഷെഫ് ആകണം. അവസാനം ബോക്സ് അടയ്ക്കുമ്പോൾ ഒരു സ്മോൾ പ്രയർ കൂടെ, ദയവായി ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണേ. ലഞ്ച് ബോക്സ് പാക്ക്ഡ് വിത്ത് ഫുഡ് ആൻഡ് ഹോപ്പ്. ഇങ്ങനെയൊക്കെയാണോ ലഞ്ച് ബോക്സ് സെറ്റാക്കേണ്ടത്? അല്ല. പ്രതിദിനം ലഞ്ച് ബോക്സ് നമ്മൾ സെറ്റാക്കുമ്പോൾ മനസ്സിലേക്കും കൂടി കുറച്ച് കെയർ ചേർത്തിരിക്കണം. ആദ്യം തന്നെ ചൂട് ഭക്ഷണം നേരിട്ട് അടയ്ക്കരുത്. കുറച്ച് തണുപ്പിക്കാൻ സമയം കൊടുക്കണം. രണ്ടാമതായി, കുട്ടികൾക്കോ ജോലിക്കോ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സർപ്രൈസ് ഐറ്റം ചേർക്കണം. ഒരു ചെറിയ പുഴുങ്ങിയ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു കളർഫുൾ സാലഡ്. മൂന്നാമത്, വെള്ളം കുടിക്കണമെന്ന് ഓർമ്മിപ്പിക്കണം. വാട്ടർ ബോട്ടിൽ സൈഡിൽ വയ്ക്കാൻ മറക്കരുത്. അവസാനം, ഭക്ഷണം സ്നേഹമാണ് എന്നൊരു സിമ്പിൾ തോട്ട് മനസ്സിൽ വെച്ച് ലഞ്ച് ബോക്സ് അടയ്ക്കുക. ഈ ചെറു കെയർ ദിവസം മുഴുവൻ എനർജിയാക്കും.